ഇന്ത്യ ഓസ്ട്രേലിയ ഇടക്കാല സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിലുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഓസ്ട്രേലിയ ഒക്ടോബർ 1 മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഓരോ വർഷവും 1000 തൊഴിൽ അവധിക്കാല വിസകൾ നൽകും. വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന വിഭാഗത്തിലാണ് വർഷം തോറും 1000 വിസകൾ ഇന്ത്യക്കാർക്ക് നൽകുക. അടുത്തിടെ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഓസ്ട്രേലിയ സന്ദർശിച്ചിരുന്നു. 18നും 30നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിൽ ജോലി, പഠനം, യാത്ര തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് വിസ അനുവദിക്കുക. മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അനുവദിക്കുന്നത്. ഒരു വർഷത്തെ പഠനം, താൽക്കാലിക ജോലികൾ, വിനോദയാത്രകൾ എന്നിവയ്ക്ക് ഉപയോഗപ്പെടുത്താനാകും ഈ വിസ. പുതിയ വിസ സംവിധാനത്തിലൂടെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുമെന്നാണ് മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നത്. മറ്റു രാജ്യക്കാരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു ഓസ്ട്രേലിയ വർക്ക് ആൻഡ് ഹോളിഡേ വിസ അവതരിപ്പിച്ചിരുന്നത്. 24ഓളം രാജ്യങ്ങൾക്കാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ നൽകുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. വർക്ക് ആൻഡ് ഹോളിഡേ വിസ എടുത്ത് സഞ്ചാരികൾക്ക് ഓസ്ട്രേലിയയിൽ അവധിക്കാലം ആസ്വദിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ വിസയിൽ പോകുന്നവർക്ക് തൊഴിൽ ചെയ്യാനും വരുമാനം നേടാനും അവസരം ലഭിക്കും. സഞ്ചാരികൾക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിഭാഗത്തിൽ വിസ ലഭിക്കണമെങ്കിൽ മുൻകൂട്ടി അപേക്ഷ നൽകണം. ബാലറ്റ് വഴിയാണ് ആദ്യ വർക്ക് ഹോളിഡേ വിസകൾക്കുള്ള അപേക്ഷകൾ തിരഞ്ഞെടുക്കുന്നത്. 25 ഓസ്ട്രേലിയൻ ഡോളറാണ് ഇതിന്റെ പ്രക്രിയക്കായി വരുന്ന ചെലവ്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓൺലൈനായി അപേക്ഷിക്കാനാകും. ഒക്ടോബർ 1 തിങ്കളാഴ്ച മുതൽ ഇന്ത്യക്കാർക്ക് അപേക്ഷിക്കാനാകും. തിരഞ്ഞെടുക്കുന്ന 1000 പേർക്കാണ് ഓസ്ട്രേലിയയിൽ ഹോളിഡേക്കൊപ്പം ജോലി ചെയ്യാനും അവസരമൊരുങ്ങുന്നത്. നിലവിൽ ഒക്ടോബർ 30 വരെയാണ് രജിസ്ട്രേഷൻ സ്വീകരിക്കുക. 25 ഓസ്ട്രേലിയൻ ഡോളറാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ള ഫീസ്. അപേക്ഷ അയക്കാനുള്ള തീയതി കഴിഞ്ഞതിന് ശേഷമുള്ള നറുക്കെടുപ്പിലൂടെയാണ് വിസ ലഭിക്കുന്നയാളെ കണ്ടെത്തുക. വിസ ലഭിക്കുന്നവർക്ക് ഒരു വർഷം ഓസ്ട്രേലിയയിൽ ഹോളിഡേക്കൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാകും. പിന്നീട് ഓരോ വർഷം വീതം 2 തവണ വിസ നീട്ടിക്കിട്ടുന്നതിനും അവസരമുണ്ടാകും. അതേസമയം ഖനനം കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ വ്യവസായമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ പകുതിയിലേറെയും വിദേശ വിദ്യാർത്ഥികളുടെ സംഭാവനയാണെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്.